ഹായ്, ഞാൻ കൊറോണ സമയത്ത് മൾബറി വിപ്ലവം എന്ന് പറഞ്ഞിട്ടൊരു സാധനം തുടങ്ങിയിരുന്നു. അത് മൾബറി റെവല്യൂഷൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾബറി നട്ടുപിടിപ്പിച്ചിട്ട് അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെ അത് അവരുടെ വീട്ടിൽ നട്ടു വളർത്തിയിട്ട് അങ്ങനെ ഒരു വിപ്ലവമായിരുന്നു മൾബറി റെവല്യൂഷൻ. മെയിനായിട്ട് എൻ്റെ മോട്ടോ എന്താ വെച്ചാൽ നമ്മളൊരു മരം നടുക, അതോടൊപ്പം നമുക്ക് നല്ല ശുദ്ധവായു കിട്ടും, പിന്നെ ഇതുപോലെ മൾബറിൻ്റെ ഫ്രൂട്ട്സ് കിട്ടും, അങ്ങനത്തെ ഒക്കെ ഒരു എയിമായിരുന്നു അതിൻ്റെത്. പിന്നെ കിളികൾക്കും ബാക്കിയുള്ള ജീവികൾക്കൊക്കെ ഇത് ഭക്ഷണമാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു മോട്ടോ വെച്ചിട്ടാണ് ഞാൻ മൾബറി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊറോണ സമയത്ത്. അതിപ്പോൾ ഞാൻ ഡൽഹി വന്ന സമയത്ത് മൾബറീൻ്റെ ഒരു വെറൈറ്റി കണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മൾബറി എന്ന് പറയുമ്പോൾ റെഡ് കളറിലുള്ള മൾബറിയാണ്, ചോപ്പും കാര്യങ്ങളൊക്കെ നമ്മളത് വെച്ച് ജ്യൂസ് അടിക്കും, പല ഡിഷസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ വൈറ്റ് കളർ വെറൈറ്റി കണ്ട്. ഞാൻ കാണിച്ചു തരാം. വേണ്ടോ, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിന്. നിങ്ങൾ കാണുന്നുണ്ടോ? അതെൻ്റെ കയ്യിൽ നിറച്ചും മൾബറി ഉള്ളത്, വൈറ്റ് കളർ മൾബറി. ഇതിനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നല്ല മധുരമാണ്. മറ്റേ മൾബറിനെ അപേക്ഷിച്ച് ഇതിന് പുളിയില്ല, നല്ല മധുരമാണ്. മൾബറിയാണ് കഴിക്കുന്ന ഒരു ഫീലില്ല, അതിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചുകൂടി ഒരു 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 എന്താ പറയുക, നല്ല മധുരമുള്ളൊരു സാധനം, അത്രയേ തോന്നുള്ളൂ, പുളിയില്ല. ഇത് കൂടുതൽ ഉപയോഗിക്കണത് എന്തിനാ വെച്ചാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇല എടുത്തിട്ട് പട്ടുനൂൽ പുഴുവിന് ഇട്ട് കൊടുക്കും, അത് കൺസ്യൂം ചെയ്തിട്ട് നല്ല പട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വൈറ്റ് മൾബറി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പട്ടുനൂൽ പുഴുവാണ്. പിന്നെ അതിൻ്റെ ലീഫാണ് ഉപയോഗിക്കൽ. ഇത് ഞാനിപ്പോൾ ഡൽഹിയിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്, ഇത്ര നല്ല ലോങ്ങിലുള്ള ഒരു മൾബറി ഉണ്ട്, അതിന് പാകിസ്ഥാൻ മൾബറി എന്നാണ് പറയുക. അത് നല്ല നീളമായിരിക്കും. പിന്നെ ഇത് വൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ റെഡ് കളറിലുള്ള മൾബറി ഉണ്ട്, റെഡ് തന്നെ, പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളറിൽ തന്നെ. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും, പഴുത്ത് കഴിയുമ്പോൾ ആദ്യം ഇതുപോലെ വൈറ്റ് ആയിരിക്കും, പിന്നെ അതെന്ത് ചെയ്യും, ഒരു റെഡ് കളറിലേക്ക് മാറും, പിന്നെ പഴുക്കുമ്പോൾ ബ്ലാക്ക് കളറിലേക്ക് മാറും. അതാണ് നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ കാണുന്ന വെറൈറ്റി. ഇത് വെറും വെള്ള കളർ മാത്രമാണ്. അപ്പോൾ ശരി.